ആണിന് പകരം പെൺകുഞ്ഞ്. 1873 ജനുവരി 2 വ്യാഴാഴ്ച ലൂയിസെരി ദമ്പതി വല്ലരിയിൽ ഒരു പുഷ്പം കൂടി വിരിഞ്ഞു. അവർ പ്രതീക്ഷിച്ചതും പ്രാർത്ഥിച്ചതും ഒരു ആൺകുഞ്ഞിനു വേണ്ടിയായിരുന്നെങ്കിലും ആയിരങ്ങൾ മുത്തങ്ങൾ നൽകി കുടുംബ ശ്രേയസ്സിനെ ഉയർത്തുവാനും വെള്ളി നക്ഷത്രം പോലെ വാനിൽ പ്രകാശിക്കുവാനും പിടർന്നു വീണത് ഓമനത്വം തുളുമ്പുന്ന ഒരു പെൺകുഞ്ഞായിരുന്നു. 9ാമത്തെ ശിശു പിറന്നതിൻ്റെ പിറ്റേ ദിവസം അമ്മ സെലിൻ ഗുരിൻ തൻ്റെ സഹോദര ഭാര്യയ്ക്ക് എഴുതി, പ്രിയ സഹോദരി, മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ ഈ ശിശു ശക്തിയുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടതിനാൽ ഞാനൊരു പുത്രനെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ 2 മാസത്തേക്ക് ഞാൻ അപ്രകാരമാണ് ചിന്തിച്ചിരുന്നത്. ആ ശിശുവാണ് പിന്നീട് ചരിത്രത്തിൽ ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിശുദ്ധ എന്നറിയപ്പെട്ടവളും അഖില ലോക മിഷൻ മധ്യസ്ഥയുമായ ലിസ്യുവിലെ കൊച്ചുത്രേസ്യ. ചില കത്തുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് അന്നത്തെ ദിവസം ലൂയി മാർട്ടിൻ അലൻസോണിലില്ലായിരുന്നു എന്നാണ്. കാരണം ബിസിനസ് കാര്യങ്ങൾക്കായി ലൂയി പാരീസിൽ പോയിരിക്കുകയായിരുന്നു. 1873 ജനുവരി 4 ലൂസി ലുവൈൻ എന്ന വൈദികൻ അലൻസോണിലെ നോട്ടർഡാം ദേവാലയത്തിൽ വെച്ച് ശിശുവിന് മാമോദീസ നൽകുകയും മാർട്ടിൻ കുടുംബത്തിലെ മരിച്ചുപോയ സഹോദരിയുടെ നാമമായ തെരേസ എന്ന പേര് നൽകുകയും ചെയ്തു. ഉദ്ദേശിച്ച സമയത്തിലും താമസിച്ചാണ് തെരേസയ്ക്ക് മാമോദീസ നൽകിയത്. കാരണം തലതൊട്ടപ്പൻ വരാൻ വൈകി. ആ സമയത്ത് ഏറ്റവും അധികം ആകുലപ്പെട്ടത് സെലിയായിരുന്നു. ശിശുവിൻ്റെ ആരോഗ്യം തീരെ മോശമായിരുന്നു. അവളുടെ തലതൊട്ടമ്മ മൂത്ത സഹോദരി മരിയ ആയിരുന്നു. തലതൊട്ടപ്പൻ പോൾ ആൽബർട്ട് ബൗൾ ലൂയി മാർട്ടിൻ്റെ സുഹൃത്തിൻ്റെ മകനായിരുന്നു. ലൂയി മാർട്ടിനും സെലിഗുരിനും വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു. കൊച്ചുത്രേസ്യയുടെ മാമോദീസ ദിവസം നന്ദി സൂചകമായ ആ കുടുംബം ആ ശിശുവിൻ്റെ ഭാവിയെ സംബന്ധിച്ചൊരു കവിത എഴുതി. ആ വീട്ടിലെ ഒരാൺകുട്ടി അത് മാർട്ടിൻ കുടുംബത്തിന് നൽകി. അതിൽ പറഞ്ഞിരിക്കുന്നത്, പുഞ്ചിരി വിരിയുന്ന ഈ പൂമൊട്ട് ഒരിക്കൽ ഒരു റോസാപുഷ്പമായി തീരും എന്നാണ്. തങ്ങളുടെ കുടുംബത്തിൻ്റെ പുതുജീവനും അഭിമാനവുമായി കടന്നു വന്ന കുഞ്ഞ് തെരേസയുടെ കാര്യത്തിൽ തൻ്റെ സഹോദരൻ്റെ ഭവനത്തിലേക്ക് അറിയിക്കാൻ സെലിന് ആവേശമായിരുന്നു. സഹോദര ഭാര്യയ്ക്ക് അവൾ എഴുതി, മരിച്ചുപോയ എൻ്റെ മുമ്പിലത്തെ ശിശുവിൻ്റെ പേരായ തെരേസ എന്നാണ് ഈ കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത്. എല്ലാവരും എന്നോട് പറയുന്നു അവൾ വളരെ സുന്ദരിയാണെന്ന്, മാത്രമല്ല പുഞ്ചിരിക്കാനും തുടങ്ങി എന്ന്. ഞാൻ ആദ്യമായി കഴിഞ്ഞ ചൊവ്വാഴ്ച അത് ശ്രദ്ധിച്ചു. ഞാൻ വിചാരിച്ചു എനിക്ക് തെറ്റുപറ്റിപ്പോയെന്നാണ്. എന്നാൽ ഈ കാര്യത്തിൽ ഇന്നലെ നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ സംശയം മാറി. അവൾ എന്നെ ശ്രദ്ധാപൂർവ്വം നോക്കി, എന്നിട്ട് നല്ല മധുരമായൊരു പുഞ്ചിരി എനിക്ക് നൽകി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.